ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അപകടത്തിന് സാധ്യതയുള്ള ഇടങ്ങളിൽ മഹാഭൂരിപക്ഷവും ആളുകളും ജാഗ്രത പാലിക്കാറുണ്ട്. തിരക്ക് പിടിച്ച അങ്ങാടിയിലൂടെ വാഹനം ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ അഗാധമായ ഗർത്തത്തിന്റെ അരികിലൂടെയുള്ള വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഇവിടേക്ക് പ്രത്യേകമായ ബോർഡുകളും നിർദ്ദേശങ്ങളും ഉണ്ടാകാറുണ്ട്. അത് കൃത്യമായി പാലിച്ചവന് രക്ഷപ്പെടാറുണ്ട്. അത് അശ്രദ്ധമായി കണ്ടവന് അപകടം പിണയാറുമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും ജാഗ്രത പാലിക്കുന്നവരാണ്. കാരണം നമ്മുടെ ചുറ്റുപാടുകളിൽ അപകടങ്ങൾ വരുത്തിവെക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. സ്വർഗം നഷ്ടപ്പെടുത്തുന്നതും നരകത്തിലേക്ക് അടുപ്പിക്കുന്നതുമായ കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അദ്ദുനിയ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവ് എന്നത് വിശ്വാസിയുടെ ജയിലാണ്, കാഫിറിന്റെ സ്വർഗവുമാണ്. വിശ്വാസിക്ക് ദുനിയാവ് ജയിലാണ് എന്ന് പറയുമ്പോൾ വിശ്വാസിക്ക് ചില നിയന്ത്രണങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഗൗരവത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, പരലോക സ്മരണ, അവയിൽ നിന്ന് നമ്മൾ അകലുന്നത്. രണ്ടാമത്തേത്, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങൾ വർദ്ധിക്കുകയും പുണ്യങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യുന്നത്. മൂന്നാമത്തേത്, നമ്മൾ നേടിയെടുത്തിട്ടുള്ള പുണ്യങ്ങൾ നഷ്ടപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് ഉണർത്തിയിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. വിശ്വാസികളെ, അല്ലാഹുവിനെ അനുസരിക്കണേ, റസൂലിനെ അനുസരിക്കണേ. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. ഈ പറഞ്ഞ ദുരന്തങ്ങൾ, ഈ 3 ദുരന്തങ്ങൾ, അവ നമ്മിലേക്ക് കൊണ്ടുവന്ന് നമ്മെ നശിപ്പിക്കുന്നവയാണ് ചിലപ്പോഴെങ്കിലും ചില വിനോദങ്ങൾ. കളികളോടും വിനോദങ്ങളോടുമൊക്കെ താല്പര്യമുള്ളവരാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ പക്ഷേ പരിധിക്കുള്ളിൽ നിന്ന് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം കളികളും വിനോദങ്ങളുമൊക്കെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന് ഉതകുന്നതാണ്.
എന്നാൽ ലോകം മുഴുവൻ കളിയിലേക്ക് ശ്രദ്ധ തിരിച്ച സമയത്താണ് നമ്മളുള്ളത്. ഫുട്ബോൾ മത്സരം കളിക്കുന്നത് ഹറാമല്ല, അത് കാണുന്നതും ഹറാമൊന്നുമല്ല. എന്നാൽ അത് പുണ്യകരമായ കാര്യമല്ല, നിർബന്ധമായ ബാധ്യതകളിൽ പെട്ടതുമല്ല. കേവലം ഒരു അനുവദനീയമായ ഒരു കാര്യം മാത്രമാണ്. എന്നാൽ ഈ അനുവദനീയമായ കാര്യം തന്നെ ചിലപ്പോൾ അത് നിഷിദ്ധമായി മാറുന്ന സന്ദർഭമുണ്ട്, കുറ്റകരമായി മാറുന്ന സന്ദർഭമുണ്ട്. കേവലം സന്തോഷത്തിനപ്പുറം ഇത് ഒരു ലഹരിയായി മാറിയിട്ടുണ്ട്. വിനോദത്തിന് ഉതകുന്ന ഇത്തരത്തിലുള്ള കളികൾ അനുവദിക്കപ്പെട്ടതാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ അവ ഹറാമായി മാറും, നിഷിദ്ധമായി മാറുന്ന സന്ദർഭമുണ്ട്. എപ്പോൾ? ഒന്ന്, ദീനിനേക്കാൾ അതിന് പ്രാധാന്യം കൽപ്പിക്കപ്പെടുമ്പോൾ, അത് മുഖേന നമസ്കാരം നഷ്ടമാകുമ്പോൾ, അതല്ലെങ്കിൽ മുഴുസമയവും മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കേണ്ട മുഴുസമയവും അതിനുവേണ്ടി മാറ്റിവെക്കപ്പെടുമ്പോൾ, ബാധ്യതകളും കടപ്പാടുകളും, മാതാപിതാക്കളോടും കുടുംബത്തോടുമുള്ള ബാധ്യതകളും കടപ്പാടുകളും ഇതിന്റെ പേരിൽ വിസ്മരിക്കപ്പെടുമ്പോൾ, ഇത്തരം അവസ്ഥകൾ നമ്മളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള ആത്മപരിശോധന നടത്തപ്പെടേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അനേകം അപകടങ്ങൾ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളിൽ ഒന്ന് അത് നമ്മെ അകറ്റിക്കളയും. വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, വമിനൻ നാസി മൻ യശ്തരി ലഹുൽ ഹദീസ്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ ലഹുൽ ഹദീസിനെ വിലക്ക് വാങ്ങിയ ആളുകൾ. എന്തിനു? ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽം, ഒരു ഇൽമുമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ പിഴച്ചു പോകുന്നു. വയത്തഖിദഹാ ഹുസുവാ, അതിന് തമാശയായിട്ട് സ്വീകരിക്കുകയും, ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്കാണ് നിത്യമായ ശിക്ഷയുള്ളത്. ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ലഹുൽ ഹദീസ് എന്നതിനെ വിശദീകരിച്ചത് വമാ യദുറു വലാ യൻഫഉ എന്നാണ്. ഒരു ഉപകാരമില്ലാത്തതും ഉപദ്രവമുണ്ടാക്കുന്നതുമായ കാര്യങ്ങൾക്കാണ് ലഹുൽ ഹദീസ് എന്ന് പറയാം. ഉപകാരമുള്ളതിനേക്കാൾ ദോഷം ചെയ്യുന്നത്, ഗുണത്തേക്കാൾ തിന്മ കൂടുതലുള്ള കാര്യങ്ങളാണ് ലഹുൽ ഹദീസ്. അതുകൊണ്ട് തന്നെ ഗൗരവമായി നമ്മൾ കാണേണ്ടുന്ന വിഷയമാണിത്. അതിൽ അടങ്ങിയിരിക്കുന്ന അപകടങ്ങൾ, ഒന്ന് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു, അതുവഴി നമസ്കാരം നഷ്ടപ്പെടുന്നു, സമയനിഷ്ഠ പാലിക്കപ്പെടാതിരിക്കുന്നു, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒഴിവാക്കപ്പെടുന്നു, രാത്രി വളരെ വൈകി കളി കണ്ട് സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തുകയും, അതുപോലെ തന്നെ കളി സമയങ്ങളിലെ നമസ്കാരം വൈകിപ്പിക്കുന്നതും ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതും, അതിന്റെ പേരിൽ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നതും അപകടകരമാണ്. രണ്ടാമതായി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അമിതമായ ആസക്തി, സമയം പാഴാക്കൽ. സമയം എന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ്. കുറഞ്ഞ സമയത്തിനപ്പുറം 24 മണിക്കൂറും അതിന്റെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. ഇന്നിത് കേവല കളി സമയങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. മണിക്കൂറുകളോളം കളിയും പിന്നെ ആ കളിയെക്കുറിച്ചുള്ള വിശകലനവും അതാണ് നടക്കുന്നത്. അതിന്റെ പേരിൽ തർക്കങ്ങൾ നടക്കുകയാണ്. റഹ്മാനായ റബ്ബ് നൽകിയ ആയുസ് പാഴാക്കിക്കളയലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയ 2 വിഷയങ്ങളുണ്ട്. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഭൂരിപക്ഷം ആളുകളും വഞ്ചിക്കപ്പെടുന്ന അല്ലാഹു നൽകിയ 2 അനുഗ്രഹങ്ങൾ, ഒന്ന് ഒഴിവ് സമയവും മറ്റൊന്ന് ആരോഗ്യവുമാണ് എന്ന് പഠിപ്പിക്കപ്പെടുകയുണ്ടായി. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാൻസ് അസോസിയേഷൻ, താരാരാധന. ഇത് പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് എതിരെ പ്രവർത്തിക്കുന്നതിലേക്ക് എത്തിക്കുമോ? വിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ പലതും ഈ കളിക്കാരുടെ ജീവിതത്തിൽ നിന്ന് തങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ എടുക്കുകയാണ്. ഉദാഹരണമായി തലമുടിയുടെ ഒരു ഭാഗം വടിച്ച് ബാക്കിയുള്ള ഭാഗം നിലനിർത്തുക എന്നത് വ്യക്തമായും ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച വിഷയമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഖസഅ, പ്രവാചകൻ ഖസഅ വിരോധിച്ചിട്ടുണ്ട്.
എന്താണ് ഖസഅ എന്ന് പറഞ്ഞാൽ അയ്യുഹ്ലിഖ ബഅദു റഅസിഹി അസ്സബി വയുത്രക് ബഅദുഹു, തലയുടെ ഒരു ഭാഗത്ത് നിന്ന് മുടി കളയുകയും ബാക്കി ആ മുടി അവിടെ നിലനിർത്തുകയും ചെയ്യുക എന്നത്. ഇബ്നു ഉമർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ സബിയൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കുട്ടിയെ കാണാം. ഖദ് ഹുലിക ബഅദു ശഅരിഹി വതുരിക ബഅദുഹു, ആ കുട്ടിയുടെ തലമുടിയിൽ നിന്ന് അല്പഭാഗം കളഞ്ഞിട്ടുണ്ട്, ബാക്കി അവിടെ വിട്ടേച്ചിട്ടുമുണ്ട്. ഫനഹാഹും അൻ ദാലിക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിരോധിച്ചു. എന്നിട്ട് പറഞ്ഞു ഇഹ്ലിഖൂഹു കുല്ലഹു അവിത്റുഖൂഹു കുല്ലഹു, ഒന്നുകിൽ ആ കുട്ടിയുടെ മുടി മുഴുവൻ കളയുക, അതല്ലെങ്കിൽ മുഴുവൻ അവിടെ നിലനിർത്തുക എന്ന് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. നാലാമതായി ഈ വിഷയത്തിൽ വരുന്നതാണ് ഇളാഅത്തുൽ മാൽ, ധനം പാഴാക്കുക, ദൂർത്തടിക്കുക, ദുർവ്യയം ചെയ്യുക എന്നത്. ഇത്തരം ആളുകൾ ഇതിന്റെ പിന്നാലെ പോയി പണം കളയുന്ന ആളുകളോട് വീട്ടിലെ ആവശ്യങ്ങൾ പറഞ്ഞാൽ പ്രാരാബ്ധം പറയും, അല്ലെങ്കിൽ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് നൽകാതെ അവരെ വിട്ടുകളയും. പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നേരെ അവർ കണ്ണു ചിമ്മും. ഇങ്ങനെയുള്ള ആളുകളാണ് ഫ്ലക്സ് വെക്കാനും മറ്റുമായി 10,000 തുലച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജുമാക്ക് വരുന്ന സമയത്ത് റോഡിന്റെ 2 സൈഡും വീക്ഷിച്ചപ്പോഴാണ് ധാരാളക്കണക്കിന് ഫ്ലക്സുകളാണ് വെച്ചിട്ടുള്ളത്. എത്ര വലിയ വലിയ ഫ്ലക്സുകൾ! പോർച്ചുഗലിന്റെയും അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും അതുപോലെ തന്നെ ബ്രസീലിന്റെയും ഒക്കെ കളിക്കാരുടെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ വലിയ സംഖ്യയാണ് ഇതിനു വേണ്ടി അവർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഫ്ലക്സ് വെച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ മുണ്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് വെച്ചിട്ടുള്ളത്. എന്തൊരു തരത്തിലുള്ള ഭ്രാന്താണിത്! ആരുടെ പണമാണ് നഷ്ടപ്പെടുന്നത്? വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ ദൂർത്തടിക്കരുത് എന്ന് പറഞ്ഞ ഒരു സമുദായത്തിന്റെ അനുയായികളാണിത്. ഏത് സമുദായത്തിലാണ് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകപ്പെട്ടിട്ടുള്ളത്? ധാരാളക്കണക്കിന് മതവിഭാഗങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നമ്മളോടാണ് പറഞ്ഞത്, വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, ദൂർത്തടിക്കുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട സമുദായത്തിന്റെ അനുയായികളാണ്. ഒരു നിരക്കും ഒരാൾക്കും ആവശ്യമില്ലാത്ത ഈ ഫാൻസിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പണം ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയണം, ഇന്നല്ലാഹ ഹറമ അലൈക്കും, അല്ലാഹ് നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുണ്ട് ഉഖൂഖൽ ഉമ്മഹാത്ത് വവഅദുൽ ബനാത്ത് വമൻഅൻ വഹാദ് വകരിഹ ലക്കും ഖീല വഖാൽ വകത്റതു സുആൽ. വിരോധിച്ച ഓരോ കാര്യങ്ങൾ പ്രവാചകൻ എടുത്തു പറഞ്ഞിട്ട് അതിൽ പറഞ്ഞതാണ് ഇളാഅത്തുൽ മാൽ, ധനം പാഴാക്കുക, അനാവശ്യമായി ധനം ദൂർത്തടിക്കുക എന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളോട് നിഷിദ്ധമാക്കിയിട്ടുള്ളതാണ്. രണ്ടാമതായി ഇതിന്റെ പേരിൽ ശബ്ദകോലാഹലങ്ങളും ആർപ്പുവിളികളും അട്ടഹാസങ്ങളും പരിഹാസങ്ങളും ഇതിന്റെ ഭാഗമായി നടക്കുക. വിശ്വാസികൾക്ക് എല്ലാ രംഗത്തും കൃത്യമായ ഗൈഡ് ലൈൻ നൽകിയ മതമാണ് പരിശുദ്ധ ഇസ്ലാം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും, വിശ്വാസികളെ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. വിശ്വാസികളെ നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. ഫൗഖ സൗത്തിൻ നബി, പ്രവാചകന്റെ ശബ്ദത്തെക്കാൾ എന്ന് കൽപ്പനയുള്ളവരാണ് വിശ്വാസികൾ. അതുപോലെ ഇതിന്റെ പേരിൽ വെച്ചുവെക്കുക, ചൂതാട്ടം, മൈസിർ, എളുപ്പമാർഗത്തിലൂടെ ധനം സമ്പാദിക്കുന്ന പന്തയങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടും. വിശുദ്ധ ഖുർആൻ വിരോധിച്ച വിഷയമാണിത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ, പിശാചിന്റെ മ്ലേച്ഛമായ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് മൈസിർ. ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, അതുകൊണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നമാ യുരീദു ശൈത്താൻ അൻ യുഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ, മൈസിറിലൂടെ നിങ്ങൾക്കിടയിൽ പിശാച് ശത്രുത വളർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, നമസ്കാരത്തിൽ നിന്ന് എല്ലാം പിശാച് നിങ്ങളെ തടഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ, മൈസിറിൽ നിന്ന്, ഖംറിൽ നിന്ന് നിങ്ങൾ വിരമിക്കാൻ ഒരുക്കമുണ്ടോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഇന്നും പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ ചോദ്യത്തിന് മറുപടി നൽകേണ്ട അനുയായികളാണ് മൈസിറിന് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം.
തർക്കങ്ങൾ ഉപേക്ഷിച്ച് വിനയാന്വിതരായി അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന അബ്ഗള റിജാലി ഇലല്ലാഹി അൽ അലദ്ദുൽ ഖിസാം. കളിയുടെ പേരിൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെട്ടവരോടാണ് പറയുന്നത്. അള്ളാഹ്ക്ക് മനുഷ്യന്മാരെ കൂട്ടത്തിൽ ഏറ്റവും അധികം കോപമുള്ളത് അത്തരത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ്. മാത്രവുമല്ല, പ്രവാചകൻ ജാമ്യം എന്ന വിഷയമാണ്. അന സഈം, ഞാൻ വാദിക്കും അല്ലെങ്കിൽ ഞാൻ ജാമ്യം നിൽക്കും. ആർക്ക്? ബിബൈത്തിൻ ഫീ റവളിൽ ജന്ന ലിമൻ തറക്കൽ മിറാ. തർക്കം ഉപേക്ഷിച്ചവന് വേണ്ടിയിട്ട് സ്വർഗത്തിൽ ഒരു ഭവനത്തിന് വേണ്ടി ഞാൻ വാദിക്കും, ഞാൻ രംഗത്ത് വരും. വൈൻകാന മുഹിഖ, അവൻ പറയുന്നിടത്ത് ന്യായമുണ്ടായിട്ട് പോലും അവൻ തർക്കത്തിൽ നിന്ന് മാറി നിന്നവനാണെങ്കിൽ അവന് വേണ്ടി ഞാൻ വാദിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എത്ര പ്രസക്തമാണ്. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിക്ക് കൃത്യമായ നിലപാടുണ്ട്. ഏത് വിഷയങ്ങളിലും നിലപാടുള്ളത് പോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇനി വേൾഡ് കപ്പ് കഴിഞ്ഞാലും വിശ്വാസികളെ അവർക്കൊരു കൃത്യമായ നിലപാടുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നവരാണവർ. അത് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അവർ വിജയിക്കാൻ കാരണമായ ചില കാര്യങ്ങളെ തുടർന്നുള്ള ആയത്തുകളിൽ എടുത്തു പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ലഗ്വിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണവർ. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവരാണവർ. ലാ യശ്ഹദൂന അസ്സൂർ, അവർ സൂറിന് സാക്ഷികളാവുകയില്ല. വഇദാ മറൂ ബിൽ ലഗ്വി മറൂ കിറാമ, ലഗ്വ് നടക്കുന്നിടത്ത് കൂടി അവർ നടക്കേണ്ടി വന്നാൽ മറൂ കിറാമ, മാന്യന്മാരായിട്ട് അവർ നടന്നു പോകുമെന്ന് ഇബാദുർ റഹ്മാനെ കുറിച്ച് അള്ളാഹുവിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട അവന്റെ ദാസന്മാരുടെ ഗുണങ്ങളെ എടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഖസസിലും കാണാം, വഇദാ സമിഉ ലഗ്വ, ലഗ്വ് അവർ കേട്ടാൽ അഅറദു അൻഹു, അതിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോവുകയും വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ അമല്, നിങ്ങൾക്ക് നിങ്ങളുടെ അമല് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശാശ്വതരല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാം. ദുനിയാവിൽ വഞ്ചിതരാകാതെ ഒരു നാൾ റബ്ബിലേക്ക് നമ്മൾ ഓരോരുത്തരും മടങ്ങിച്ചെല്ലേണ്ടവരാണ് എന്നുള്ള ബോധം, അതാണ് നമ്മളെ നയിക്കേണ്ടത്. മാത്രവുമല്ല, ഈ ദുനിയാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹു, നിങ്ങൾ അറിയണേ, ഈ ദുനിയാവ് എന്നത് കളിയാണ്, അത് വിനോദമാണ്, അത് വിനോദവും കളിയും മാത്രമാണ്. അതിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, വഞ്ചനയുടെ വിഭവമാണ് ദുനിയാവെന്നാൽ. അതുകൊണ്ട് അതിൽ വഞ്ചിക്കപ്പെട്ടു പോകരുതേ. ഇവിടെ കളിയും വിനോദവുമാണ്, അതിന്റെ പിന്നാലെ പോയി വഞ്ചിക്കപ്പെടരുത് എന്ന താക്കീത് പരിശുദ്ധ ഖുർആൻ ആരോടാ പറയുന്നത്? ഖുർആനിന്റെ അനുയായികളോടാണ്. മറ്റൊരായത്തിൽ കാണാം, വമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ ലഹുവും വലഇബ്, ഐഹിക ജീവിതം എന്നാൽ കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല. വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ, ആഖിറത്ത് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ലൗ കാനൂ യഅലമൂൻ, ഈ യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിൽ നമ്മളെ ഉണർത്തുന്നത് കാണാൻ കഴിയും. വിനോദങ്ങളിൽ അതിരുവിട്ട് കഴിഞ്ഞാൽ നരകമാണ് അവർക്കുള്ള ഫലം. നരകവാസികൾ പറയുന്ന മാ സലക്കക്കും ഫീ സഖർ, അല്ല നരകവാസികളെ, നിങ്ങൾ എന്തേ സഖറിൽ പ്രവേശിക്കാൻ കാരണമായത് എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി പരിശുദ്ധ ഖുർആൻ എടുത്തു ധരിക്കുന്നുണ്ട്. നരകവാസികളുടെ മറുപടി ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കാൻ കഴിഞ്ഞില്ല, നമസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാകാൻ കഴിഞ്ഞില്ല. ഈ കളിയുടെ പേരിൽ നമസ്കാരം നഷ്ടപ്പെടുത്തുന്നവരില്ലേ? ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ വലം നകു നുതഇമുൽ മിസ്കീൻ, സാധു വന്ന് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ടായിരുന്നു. അവരുടെ നേരെ കണ്ണു ചെമ്മി ഈ ഫ്ലക്സിന് ധാരാളക്കണക്കിന് പണം ചെലവാക്കിയ ആളുകൾ ഞങ്ങൾ ഒഴുകുന്ന ആളുകളോടൊപ്പം ഇങ്ങനെ ഒഴുകിപ്പോയി.
ഒഴുക്കിൽ പിടിച്ചു നിൽക്കുന്നവനാണ് വിശ്വാസി. സമൂഹം എങ്ങോട്ട് കുത്തൊഴുകിപ്പോയാലും ശരി, ദീനിന്റെ ആദർശത്തിൽ നിന്ന്, അള്ള പഠിപ്പിച്ചിടത്തു നിന്ന് ഒഴുകിപ്പോകാത്തവൻ, ഒഴുക്കിനനുസരിച്ച് നീന്താത്തവനാണ് യഥാർത്ഥ വിശ്വാസി. പക്ഷേ നരകവാസികളെ കുറിച്ച് പറയുന്നത് അതാണ്, ഞങ്ങൾ ഒഴുകുന്നവരോടൊപ്പം ഒഴുകിപ്പോയി. അതാണ് ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് വന്നു പെട്ടത് എന്നതാണ്. അതുകൊണ്ട് നമ്മെ സൃഷ്ടിച്ചതിനും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സൃഷ്ടിപ്പ് നൽകിയതിനും നമുക്ക് ജീവിതം നൽകിയതിനും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപൂർത്തീകരണം നമ്മളിലൂടെ നടക്കപ്പെടണം. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല ഇല്ലാ ലിയഅ്ബുദൂൻ, എനിക്ക് ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. അപ്പൊ അല്ലാഹുക്ക് ഇബാദത്ത് നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെന്ന് നമ്മളെ പഠിച്ചിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യപൂർത്തീകരണം എത്രമാത്രം നമ്മളിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട് എന്നതാണ് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടത്. അതിന് വിഘാതമാകുന്ന ഒരു സമീപനം, ഒരു നിലപാട് ഒരു സന്ദർഭത്തിലും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ. അല്ലാഹു ചോദിക്കാൻ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളൊക്കെ വെറുതെ സൃഷ്ടിച്ചതാണ് എന്ന്? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ നമ്മുടെ അടുക്കലേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും. നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന ചോദ്യം, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളോടാണ് ചോദിക്കുന്നത്. ഒരിക്കലും നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല. നമ്മളെ സൃഷ്ടിച്ചതിന്റെ പിന്നിൽ യുക്തിപൂർണമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലക്ഷ്യപൂർത്തീകരണം നമ്മളിലൂടെ നിർവഹിക്കപ്പെടണം. അതിന് വിഘാതമാവുന്ന തരത്തിൽ കളിയുടെയും വിനോദത്തിന്റെയും പുറകെ പോയി അള്ളാഹുവിനെ മറക്കുന്ന, ദീന് മറക്കുന്ന, പരലോകം മറക്കുന്ന, നമസ്കാരം മറക്കുന്ന, ഉത്തരവാദിത്തങ്ങൾ മറന്നുപോകുന്ന രീതിയിലുള്ള ഒരു സമീപനം നമ്മളിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു തആല ആ നിലക്കുള്ള യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. إن الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് ഉച്ചരിച്ചവരും അല്ല, ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവരും പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നവരുമാണ് നമ്മൾ. ആ ഷഹാദത്തിന്റെ ആ സാക്ഷ്യത്വം അത് നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു തആല കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കേണ്ടവരാണ് നമ്മൾ. വഹുവ മഅക്കും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹു കണ്ടും കേട്ടും അറിഞ്ഞും നിങ്ങളോടൊപ്പമുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് ഉച്ചരിക്കാൻ നമുക്ക് കഴിയുന്നില്ല, കൃത്യമായി അവ രേഖപ്പെടുത്തപ്പെട്ടിട്ടല്ലാതെ നാം കൂടുന്ന സദസ്സുകളിൽ അള്ളാഹുവിനെ സ്മരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും വേണം. അള്ളാഹുവിനെ സ്മരിക്കാത്ത, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്ത ഏതെങ്കിലും ഒരു സദസ്സുണ്ടെങ്കിൽ ആ സദസ്സ് ഖേദത്തിന് ഇടവരുത്തും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ ഖഅദ മഖഅദൻ ലം യദ്കുരില്ല. ആരെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുകയും ഒരു സ്ഥലത്ത് ഇരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കാതിരിക്കുകയും ചെയ്താൽ കാനത് അലൈഹി മിനല്ലാഹി തിറത്തുൻ, അവന് ഖേദം സംഭവിക്കും. വമൻ ഇൽതജഅൻ ലാ യദ്കുറുല്ലാഹ ഫീഹി കാനത് അലൈഹി മിനല്ലാഹി തിറ. അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കാതെ കിടന്നുറങ്ങിയാലും അവന്റെ മേൽ ഖേദമുണ്ട് എന്ന് പഠിപ്പിച്ചു. മറ്റൊരു ഹദീസിൽ ആ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുരില്ല ഫീഹി വലം യുസല്ലു അലാ നബിയിഹിം ഇല്ലാ കാന അലൈഹിം തിറത്തുൻ ഫഇൻ ശാഅ അദബഹും
വഇൻ ശാഅ ഗഫറ ലഹും മാ ജലസ ഖൗമുൻ മജ്ലിസ. ഒരു ഖൗമും ഒരു മജ്ലിസിലും ഒരു സദസ്സിലും ഇരിക്കുന്നില്ല അല്ലാഹനെ സ്മരിക്കാതെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലാതെയാണ് അവർ ഇരിക്കുന്നതെങ്കിൽ അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയ ഖേദമുണ്ടായേക്കാം. അള്ളാഹ് ഉദ്ദേശിച്ചാൽ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുത്തേക്കും. അതുകൊണ്ട് ലാ തുക്സിറുൽ കലാം ബിഗൈരില്ലാഹ്, നമ്മളോട് പറഞ്ഞത് അതാണ്. നിങ്ങൾ സംസാരം അധികരിപ്പിക്കരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം അല്ലാത്തത് നിങ്ങൾ അധികരിപ്പിക്കരുത്. ഫഇന്ന കസറത്തൽ കലാമി ബിഗൈരി ദിക്രില്ലാഹ്, അള്ളാഹനെ സ്മരിക്കാത്ത സംസാരം അധികരിച്ചാൽ ഖസ്വത്തുൽ ലിൽ ഖൽബ്, അത് ഹൃദയം കടുത്തു പോകാൻ കാരണമാണ്. വഇന്ന അബ്അദൻ നാസി മിനല്ലാഹി അൽ ഖൽബുൽ ഖാസി, അള്ളാഹുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകലുക ഹൃദയം കടുത്തവരാണ് എന്ന് പറഞ്ഞു. ധാരാളക്കണക്കിന് സദസ്സുകളിൽ നമ്മൾ സംബന്ധിക്കാറുണ്ട്. എവിടെയാണെങ്കിലും അള്ളാഹനെ സ്മരിക്കാൻ, പ്രവാചകന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അത് വലിയ ശിക്ഷയ്ക്ക് വിധേയമാകാൻ കാരണമാണ്. ഇസ്തിഗ്ഫാറും, പ്രവാചകൻ ഒരു സദസ്സിലിരുന്നാൽ റബ്ബി ഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം, റബ്ബേ എനിക്ക് പുറത്തു തരണേ, എന്നോട് എന്റെ തൗബ സ്വീകരിക്കണേ, നീ എല്ലാം പൊറുക്കുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ് എന്നർത്ഥം വരുന്ന പ്രാർത്ഥന 100ഓളം തവണ ഒരു സദസ്സിലിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമായിരുന്നു എന്നാണ്. ഒരു സദസ്സ് പിരിയുമ്പോ അവിടെ അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അവിടെ ഇസ്തിഗ്ഫാറും തൗബയും ചോദിച്ചുകൊണ്ടാണ് സദസ്സിൽ നിന്ന് പിരിയുന്നത്. ആ സദസ്സിൽ എന്തെങ്കിലും അനിഷ്ടകരമായ അല്ലെങ്കിൽ എന്തെങ്കിലും പാപകരമായ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അതോടുകൂടി പൊറുക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകേണ്ടത് അത്തരം സദസ്സുകളിലാണ്. അള്ളാഹനെ സ്മരിക്കുന്ന സദസ്സുകളിൽ, പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന സദസ്സുകളിൽ, അത്തരം സദസ്സുകൾക്ക് പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവിനെ സ്മരിക്കാത്ത ഹൃദയം കടുത്തുപോകുന്ന സദസ്സുകളിൽ നിന്ന് അകന്നു നിൽക്കാനുമാണ് വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. ആ നിലക്ക് പരലോകത്ത് ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്, നാളെ ബർസഖിൽ നമ്മൾ ഒറ്റക്കാണ്, നാളെ വിചാരണക്ക് നമ്മൾ ഒറ്റക്കാണ്. വലഖദ് ജിത്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മർറത്തിൻ വതറക്തും മാ ഖവ്വൽനാകും. നമ്മുടെ അടുക്കലേക്ക് ഒറ്റക്കൊറ്റക്കായിട്ടാണ് നിങ്ങൾ വരിക. വതറക്തും മാ ഖവ്വൽനാകും, നിങ്ങൾക്ക് കീഴൊടുക്കി തന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം പിന്നിലേക്ക് വിട്ടേച്ച് നമ്മുടെ അടുക്കലേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് വരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഈ പറയപ്പെട്ടിട്ടുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചതിന്റെ ഒരു ഫലം അപ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ആ നിലക്ക് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് വന്നിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ ബർസഖിലും തുടർന്ന് റബ്ബിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വിധേയമാകുന്ന സന്ദർഭത്തിലും സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി അത്തരം സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെ നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويقضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.